അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായി ഞാനൊരു സെൽഫ് മേക്കപ്പ് ട്യൂട്ടോറിയൽ ചെയ്തിട്ട്, അപ്പോൾ നമ്മളിന്നൊരു മുഹൂർത്തം ലുക്കാണ് റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, എന്താ വീഡിയോ ഇടാത്ത, വീഡിയോസ് കാണുന്നില്ലല്ലോ. വേറെ ഒന്നുമല്ല, ഭയങ്കര വർക്കും കാര്യങ്ങളും തിരക്കൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ഇപ്പോഴാണ് ഇനി കുറച്ച് ദിവസത്തേക്ക് ഇനി കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ ഒരു വീഡിയോ ചെയ്തേക്കാം. കുറേ നാളെ വിചാരിക്കുന്ന ഒരു മുഹൂർത്തം ലുക്കൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ ഇന്നൊരു മുഹൂർത്തം ലുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അതേപോലെ നമ്മുടെ ചാനൽ കണ്ടിട്ട് കുറേ പേര് വർക്ക് സ്റ്റാർട്ട് ചെയ്ത്, അതായത് ബിഗിനേഴ്സ് ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ വർക്ക് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നു. ചേച്ചി ഞാൻ വീഡിയോ കണ്ടിട്ട് ചെയ്തതാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എനിക്ക് കുറേ പേര് വിളിക്കും, മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അതേപോലെ നമ്മുടെ ഫാമിലി 15K ഫോളോവേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ, ഈ വീഡിയോസ് കാണുന്ന, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനൽ അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒത്തിരി പേർക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഒത്തിരി പേര് എനിക്ക് ഇന്ന് റിപ്ലൈ ചെയ്യുന്നുണ്ട്, മെസ്സേജ് അയച്ചും വിളിച്ചു വരെ സംസാരിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പം ഒത്തിരി താങ്ക് യു സോ മച്ച് അവരോടൊക്കെ. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം മേക്കപ്പിൻ്റെ ഫസ്റ്റ് നമ്മൾ സ്കിൻ പ്രിപ്പറേഷനാണ്. അപ്പം നന്നായിട്ട് ഫേസ് ക്ലെൻസ് ചെയ്യുക, അതിൻ്റെ ടോണർ അപ്ലൈ ചെയ്യുക. നിങ്ങൾ ഏതാണോ ടോണർ യൂസ് ചെയ്യുന്നത് അതനുസരിച്ചുള്ള ടോണർ അപ്ലൈ ചെയ്യുക. ഞാൻ ടോണർ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഫോക്സ് സ്റ്റൈലിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. പിയർ ബ്ലിസ് നറേഷിംഗ് മോയ്സ്ചറൈസർ ഇതാട്ടോ യൂസ് ചെയ്യുന്നത്. എൻ്റെ ഓയിലി സ്കിന്നാണ്, സോ ഞാൻ ഒത്തിരി അങ്ങോട്ട് ഇടുന്നില്ല, കാരണം എനിക്ക് പെട്ടെന്ന് ഓയിൽ പ്രൊഡ്യൂസ് ആവും. ഓരോ സ്കിൻ ടൈപ്പ് അനുസരിച്ച് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഈ മോയ്സ്ചറൈസർ ഓൾ സ്കിൻ ടൈപ്പാണ്, എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാം കേട്ടോ. പക്ഷെ ഭയങ്കര ഓയിലി ആയിട്ടുള്ളവർക്ക് ഞാനത് സജസ്റ്റ് ചെയ്യില്ല. പക്ഷെ അത്യാവശ്യം നല്ല ക്രീമി ടെക്സ്ചറാണ്. ഓയിലി സ്കിന്നുകാരൊക്കെ വാട്ടർ, അതായത് ജെൽ ടൈപ്പ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ആവശ്യത്തിലേറെ കുത്തും കോമകളൊക്കെ ഉണ്ട് ഫേസിൽ. ഓക്കെ, അവിടെ മോയ്സ്ചറൈസർ ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ഫേസ് ഫ്രീ ആയിട്ട് വിടുക കേട്ടോ, അതൊന്ന് അബ്സോർവ് ആവാൻ വേണ്ടിയിട്ട്. നമ്മൾ സ്കിൻ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞു. ഞാൻ സ്റ്റാർട്ടിങ് തന്നെ ഐബ്രോ ആണ് ഫില്ല് ചെയ്യുന്നത്. ഐബ്രോ പിന്നെ ഐ മേക്കപ്പും കഴിഞ്ഞിട്ടാണ് ഞാൻ ഫേസിൻ്റെ പരിപാടികളൊക്കെ ചെയ്യാറ് കേട്ടോ. പിന്നെ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലവർ ഫുൾ ബേസ് മേക്കപ്പ് കഴിഞ്ഞിട്ട് ഐ മേക്കപ്പും ഐബ്രോവും ചെയ്യുന്നവരുണ്ട്. ഞാൻ നോർമലി ഐ മേക്കപ്പ് കഴിഞ്ഞിട്ടാണ് ഫേസ് ചെയ്യാറ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഗ്ലിറ്ററും ഐ മേക്കപ്പിൻ്റെ പൊടിയൊക്കെ ഫേസിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അത് ക്ലീൻ ചെയ്യാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആദ്യം ഐ മേക്കപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഫേസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇത് ഐബ്രോൻ്റെ സ്പൂളിയാണ് കേട്ടോ. ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഓരോ ബ്രൈറ്റ്സിനും ഓരോന്ന് തന്നെ യൂസ് ചെയ്യണം. ഇത് ഡിസ്പോസിബിൾ ആണ്. PACൻ്റെ ഡിസ്പോസിബിൾ കുറേ ഇങ്ങനത്തെ കിട്ടും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക, നമ്മൾ ഹൈജീനിക്കായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതേപോലെ ലിപ്പിൻ്റെ ബ്രഷ് ആണെങ്കിലും ഇതിൻ്റെ ആണെങ്കിലും ഇങ്ങനത്തെ, ഇത് മസ്കാര ബ്രഷാണ് കേട്ടോ. മസ്കാരയ്ക്ക് യൂസ് ചെയ്യുന്നതാണ്. ഞാൻ ഐബ്രോയ്ക്കും ഇത് യൂസ് ചെയ്യും. അപ്പം ഒരാൾക്ക് ഒരെണ്ണം വെച്ച് യൂസ് ചെയ്യുക, വീണ്ടും റീയൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. നെക്സ്റ്റ് ഞാൻ എപ്പോഴും കാണിക്കുന്ന യൂറോപ്പ് ഗേളിൻ്റെ ഐബ്രോ പൗഡറാണ് കേട്ടോ. ഞാൻ എപ്പോഴും പൗഡർ വെച്ച് ഫില്ല് ചെയ്യാറുള്ളൂ. ഈ ബ്രൗൺ വെച്ചാട്ടോ ഫില്ല് ചെയ്യുന്നത്. ഇത് വെച്ച് ചെയ്ത് നമുക്ക് ഭയങ്കര ഒരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നത്തില്ല, ഭയങ്കര നാച്ചുറലായിട്ട് തോന്നുള്ളൂ കേട്ടോ. കുറച്ച് ഒച്ചപ്പാടും ബഹളമൊക്കെ കേൾക്കാം, പുറത്തൊരു ഫ്ലാറ്റ് അപ്പുറത്ത് പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇച്ചിരി ഒച്ച കാണും, സോ ക്ഷമിക്കുക. ഓക്കെ, ഐബ്രോ നമ്മളെപ്പോഴും ഫില്ല് ചെയ്യുമ്പം ആദ്യം തന്നെ ഇങ്ങനെ സ്റ്റാർട്ടിങ് കൊണ്ടുപോയി എഴുതരുത്. ഈ ഒരു ഭാഗത്തു നിന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. സ്റ്റാർട്ടിങ് ബ്ലാക്ക് ആവും തോറും ഭയങ്കര ഒരു ആർട്ടിഫിഷ്യൽ ഫീൽ നമുക്ക് ഫീൽ ചെയ്യും. സോ സ്റ്റാർട്ടിങ്ങിലേക്ക് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യാവുള്ളൂ. കണ്ടോ, ഇവിടെ അത്യാവശ്യം നമ്മൾ ബ്ലാക്ക് ചെയ്ത് കൊടുക്കുക. സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ഫെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ പിന്നെ ഒത്തിരി അങ്ങ് ഫില്ല് ചെയ്യുന്നില്ല. എൻ്റെ ഓൾറെഡി മൈക്രോ ബ്ലീഡിങ് ചെയ്ത ഐബ്രോസ് ആണ്, അതുകൊണ്ട് എനിക്ക് ലൈറ്റായിട്ട് ഫില്ല് ചെയ്യേണ്ട കാര്യമുള്ളൂ കേട്ടോ. കണ്ടോ, ഈ ഐബ്രോ എന്ന് പറഞ്ഞ വ്യത്യാസം കണ്ടോ. നമുക്കൊരു നാച്ചുറൽ ഫീലിംഗ് മതി. സോ കുറച്ച് നമ്മുടെ ഐബ്രോൻ്റെ ഫില്ലിംഗ് അനുസരിച്ച്, എന്താണ് നമ്മൾ ഭയങ്കര ഫില്ല് ചെയ്യേണ്ട ഐബ്രോ ആണെങ്കിൽ അതനുസരിച്ച് ചെയ്യുക, അല്ലെങ്കിൽ ലൈറ്റായിട്ടൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ ഇപ്പുറത്തെ ഐബ്രോസും കൂടെ ഫില്ല് ചെയ്യാം.
ഞാൻ സത്യം പറഞ്ഞാൽ ഈ മേക്കപ്പ് ഫീൽഡിൽ വന്നപ്പോൾ മുതൽ യൂറോപ്പ് ഗേളിൻ്റെ ഈ ഐബ്രോ പാലറ്റാട്ടോ, പൗഡർ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് എന്താണെന്ന് അറിയില്ല, ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ ബ്രാൻഡിൻ്റെ അവൈലബിൾ ആണ്. ഇത് തന്നെ മേടിച്ച് വാങ്ങി യൂസ് ചെയ്യണമെന്നില്ല. സോ ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണ്. ലൈറ്റായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ റീടച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഒത്തിരി ദിഗംബരനെ പോലും എഴുതി വെക്കരുത്, ലൈറ്റായിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ. കണ്ടോ, എൻ്റെ 2 ഐബ്രോസും 2 ഷേപ്പാണ്. സോ ചെറിയൊരു വ്യത്യാസം കാണും. അങ്ങനെ നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐബ്രോ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഐബ്രോൻ്റെ അപ്പം എക്സസ് ആയിട്ടുള്ള പ്രൊഡക്റ്റൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അതിന് ഞാൻ ഇതേപോലെയുള്ളൊരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഇങ്ങനത്തെ ഒരു ബ്രഷാട്ടോ യൂസ് ചെയ്യുന്നത്. PSCൻ്റെ ആണ്. ഞാൻ ഐ മേക്കപ്പിൻ്റെ യൂസ് ചെയ്യുന്ന എല്ലാ ബ്രഷുകളും PSCൻ്റെ ആണ് കേട്ടോ. ഇനി നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിനിമ സീക്രട്ടിൻ്റെ ഈ കൺസീലർ പാലറ്റാണ് കേട്ടോ. സോറി, ഇത് ഫൗണ്ടേഷൻ പ്ലസ് കൺസീലർ പാലറ്റാണ്, 300 സീരീസിലാണ്. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടോണിനേക്കാൾ ഒരു പൊടിക്ക് ഫെയർ ആയിട്ടുള്ളൊരു ഷെയ്ഡ് വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സെയിം സ്കിൻ ടോൺ ആണെങ്കിലും കുഴപ്പമില്ല, വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഐബ്രോൻ്റെ തൊട്ടടി കൂടെ. ഈ ഫോണിൽ നോക്കി ചെയ്യാൻ കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. കണ്ടോ, തൊട്ടടിയിൽ കൂടെ ഒന്ന് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. കുറേ പ്രൊഡക്റ്റ് കൊണ്ട് ഇടരുത്, ജസ്റ്റ് അതിൻ്റെ അകത്ത് എടുക്കുന്നു, കയ്യിലൊന്നിങ്ങനെ എടുക്കുന്നു, എന്നിട്ട് നമ്മൾ ഐബ്രോയിലേക്ക് കൊടുക്കാവുള്ളൂ. നമ്മൾ ഭയങ്കര ഒരു ഹെവി ലുക്കൊന്നുമല്ല കൊടുക്കുന്നത്, മിനിമലായിട്ടുള്ളൊരു ലുക്കായിരിക്കും. മുഹൂർത്തം ലുക്ക് നമ്മൾ ഭയങ്കര ഹെവി മേക്കപ്പ് ആയിരിക്കില്ല. സോ നമ്മൾ ഐബ്രോ ഹൈലൈറ്റ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് കളർ കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ എല്ലഗേളിൻ്റെ പ്രോ കൺസീലർ ആട്ടോ യൂസ് ചെയ്യുന്ന ഈ ഓറഞ്ച് കളറ്. ഞാൻ പ്രൈമർ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് പ്രൈമർ യൂസ് ചെയ്യാം. കാരണം ഞാനൊരു ഫംഗ്ഷന് പോകാനല്ല, ജസ്റ്റ് ഷൂട്ടിന് വേണ്ടിയിട്ട് മേക്കപ്പ് ട്യൂട്ടോറിയൽ ചെയ്യുന്നതാണ്. അപ്പോൾ പ്രൈമർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. പ്രൈമർ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഓറഞ്ച് ഇറക്കുക. എനിക്ക് അധികം പിഗ്മെൻറ്റേഷൻ ഇല്ല കണ്ണിൻ്റെ മുകളിൽ, അതനുസരിച്ച് ലൈറ്റായിട്ട് കൊടുത്താൽ മതിയേ. ഡാർക്ക്നെസ് ഉള്ളവർ അതനുസരിച്ച് കവർ ചെയ്യണം. ഞാനൊന്ന് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിപ്പോൾ ഞാൻ സ്വന്തമായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾ ബ്രൈറ്റ്സിനെ യൂസ് ചെയ്യുന്നെങ്കിൽ നമ്മുടെ മിക്സിംഗ് പാലറ്റിൽ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ബ്രഷ് വെച്ചോ കൈ വെച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യാവുന്ന കേട്ടോ. ഡയറക്റ്റ് നമ്മൾ ഈ ട്യൂബ് എടുത്ത് കണ്ണിലേക്ക് ഇങ്ങനെ വെക്കരുത്, കാരണം അത് നമ്മൾ കുറേ പേർക്ക് യൂസ് ചെയ്യുന്നതാണല്ലോ. സോ ബി കെയർഫുൾ. നമ്മൾ സെൽഫായിട്ട് യൂസ് ചെയ്യുന്ന സാധനം നമുക്ക് യൂസ് ചെയ്യാം. കണ്ടോ, ലൈറ്റായിട്ടൊരു ഓറഞ്ച് കൊടുത്തിട്ടുണ്ട്, പിഗ്മെൻറ്റേഷൻ ലൈറ്റായിട്ട് മാറാൻ. നെക്സ്റ്റ് ഞാൻ ഫിറ്റ്മീൻ്റെ കൺസീലർ ആട്ടോ, 40 കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഒത്തിരി റേറ്റൊന്നുമില്ല, പക്ഷേ നല്ല കൺസീലറാണ്. അല്ല, ആ പിഗ്മെൻറ്റേഷനൊക്കെ അങ്ങ് പോയി. അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്ലെൻഡറും നല്ല സോഫ്റ്റ് ആയിരിക്കണം. യൂസ് ചെയ്യുന്നതിന് മുന്നേ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് സ്ക്വീസ് ചെയ്ത് കളയണം, എന്നിട്ട് വേണം നമ്മൾ ഇത് യൂസ് ചെയ്യാൻ കേട്ടോ.
ഓക്കെ, അപ്പോൾ നമ്മൾ കളർ കറക്ഷൻ ചെയ്തു, കൺസീൽ ചെയ്തു. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യണം. സോ നമ്മൾ സെറ്റിങ്സ് പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യുക കേട്ടോ. ഇതും ഞാൻ ഫിറ്റ്മീൻ്റെ 330 ടോഫി, ഇതാണ് എൻ്റെ ഷെയ്ഡ് കേട്ടോ. എൻ്റെ ഷെയ്ഡ് ഇതാണ്. ഞാൻ ശരിക്കും മാക്കിൻ്റെ കോമ്പാക്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് സെൽഫായിട്ട്. പക്ഷേ ഇത് ഞാൻ ചുമ്മാ ഒന്ന് മേടിച്ച് യൂസ് ചെയ്തു. പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല പൗഡറാണ്. ഓയിലി സ്കിൻ ആണെങ്കിലും എൻ്റെ ഓയിലി സ്കിന്നാണ്. സോ എനിക്ക് ഓയിലൊക്കെ കുറച്ചും കൂടെ കൺട്രോൾ ചെയ്യുന്നൊരു ഫീല് കിട്ടുന്നുണ്ട്. സോ നമ്മൾ ഐൻ്റെ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമ്മൾ ഐ മേക്കപ്പാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ PACൻ്റെ പാലറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് ഐ മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു ഷെയ്ഡാണ് എടുക്കുന്നത്. ക്രീസ് ലൈൻ കട്ട് ചെയ്യാൻ നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുക. എക്സസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇങ്ങനെ തട്ടിക്കളയാം. ആദ്യം ഇങ്ങനെ ഈ ഏരിയയിൽ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്യുക. ഇത് നമ്മുടെ ഐലിഡ്. ഒത്തിരി ഷെയ്ഡ് കൊടുക്കുന്നില്ല, ജസ്റ്റ് ലൈറ്റായിട്ട് ഞാൻ ഷെയ്ഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ചൂടെടുത്തിട്ട് പോയി. എനിക്കിവിടെ ഫാൻ ഇട്ടാൽ നിങ്ങൾക്ക് ഭയങ്കര നോയ്സ് കയറും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുന്നത്. മിക്കവാറും ഞാൻ ഈ മുടിയൊക്കെ എടുത്ത് ചുറ്റിക്കെട്ടാൻ ചാൻസ് ഉണ്ട്. ഡാർക്ക് ചെയ്തൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എനിക്ക് ഒത്തിരി അങ്ങോട്ട് ഡാർക്കാവുന്ന ഇഷ്ടമല്ല. അപ്പോൾ അതേപോലെ ചെറിയ കണ്ണുകളൊക്കെയാണ്, കണ്ണിന് വലുപ്പമൊന്നും ഇല്ലാന്നാണെങ്കിൽ ഭയങ്കര ഡാർക്ക് ഷെയ്ഡ് യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഡാർക്ക് ഷെയ്ഡ് യൂസ് ചെയ്യാൻ വീണ്ടും കണ്ണ് ഭയങ്കര ചെറുതായി പോകും കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ ഐ ഷാഡോ അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് കുറച്ച് ഗ്ലിറ്റർ കൊടുക്കാം. ഗ്ലിറ്റർ കൊടുക്കാൻ വേണ്ടി ഞാൻ PACൻ്റെ ഈ പാലറ്റ് ആട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഗ്ലിറ്റർ നല്ല പിഗ്മെൻറ്റേഷനാണ്, നല്ല രസം. എനിക്ക് പാലറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അതിൻ്റെ അകത്ത് ഞാൻ ഭയങ്കര ഗ്ലിറ്റർ യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു ഗ്ലിറ്ററാണ് എടുക്കുന്നത്. ഇതാകുമ്പോൾ ചെറിയ ചെറിയ ഭയങ്കര എടുത്ത് നിൽക്കുന്ന ഗ്ലിറ്ററും അല്ല, പക്ഷെ എന്നാൽ ഭയങ്കര രസമാണ് ഈ ഗ്ലിറ്റർ ഇട്ടാൽ. ഞാൻ എൻ്റെ മിക്ക ബ്രൈഡ്സിനും കൊടുക്കുന്ന ഗ്ലിറ്റർ ഇതാണ്. നമ്മൾ ഗ്ലിറ്റർ ഈ ഇന്നർ കോർണറിൽ നിന്ന് സെൻറ്ററിലേക്കുള്ള ഭാഗത്ത് മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. ശരിക്കും ഗ്ലിറ്റർ ഈ ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും കൈ വെച്ച് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല പിഗ്മെൻറ്റഡ് ആയിരിക്കും കേട്ടോ. ഓ, എനിക്ക് ചൂടെടുക്കുന്നു ഗേൾസ്. നല്ല രസമില്ലേ? ഈ ഒരു ഐ മേക്കപ്പ് അല്ലേ ഇങ്ങനെ ക്രീസ് കട്ട് ചെയ്തിട്ടുള്ള ഇത് നമുക്ക് ചെറിയ കണ്ണുകളൊക്കെ ഉള്ള അവർക്ക് ഐ മേക്കപ്പ് ചെയ്ത കണ്ണിന് വലുപ്പം തോന്നിക്കോട്ടോ. കണ്ടോ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ യൂസ് ചെയ്ത ഷെയ്ഡില്ലേ, ആ ഷെയ്ഡ് കുറച്ചും കൂടി എടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ രണ്ട് സെപ്പറേഷൻ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. സോ ബ്ലെൻഡ്. ചിലർക്ക് ഭയങ്കര ഗ്ലിറ്റർ ഇങ്ങനെ കണ്ണ് കാണുന്ന ഇഷ്ടമാണ്. അങ്ങനെയുള്ളൊരു കയ്യിൽ ഗ്ലിറ്റർ എടുക്കുക, അപ്ലൈ ചെയ്യുക. അപ്പോൾ നന്നായിട്ട് ആ ഗ്ലിറ്റർ എടുത്ത് നിൽക്കും കേട്ടോ. ഇങ്ങനെ എടുക്കുക, എക്സസ് ആയിട്ടുള്ളത് മാത്രം കളഞ്ഞിട്ട്
ഇങ്ങനെ അപ്ലൈ ചെയ്യാം. കണ്ടോ? ഇതും കൈ കൊണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ കണ്ടോ കുറച്ചും കൂടെ ഫിൽറ്റർ അടിപൊളിയായിട്ട് ഇങ്ങനെ സെറ്റാവും. കണ്ടോ? ഈ കണ്ണും തമ്മിൽ വ്യത്യാസമാണ്. നെക്സ്റ്റ് നമ്മൾ കണ്ണ് എഴുതാൻ പോവാം കേട്ടോ. അത് ഞാൻ PSCൻ്റെ ജെൽ ഐലൈനർ വെച്ചിട്ടാണ് എഴുതുന്നത്. ഇതാകുമ്പോൾ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവത്തൊന്നുമില്ല, നല്ല ലാസ്റ്റിങ്ങും ആണ്. നല്ല ബ്ലാക്ക് ആയിട്ട് തന്നെ വൈകുന്നേരം വരെ ഇരുന്നോളും. സോ ഞാനത് ഇന്നത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര ടാസ്ക്കാണ് ഗൈസ്. കണ്ണാടി പിടിച്ചവരാര്? ചേട്ടാ ഈ കണ്ണാടി ഒന്ന് പിടിച്ചു തന്നെ. നമുക്കിങ്ങനെ എഴുതി എനിക്ക് വശമില്ല സ്വന്തമായിട്ട്. ഭയങ്കര ചൂട്. ഓക്കെ, അപ്പം ഞാനിങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ ഒരു ബ്രഷ് വെച്ചിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. ലിപ്സ്റ്റിക്കും കുറച്ച് കൺസീലറും ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഗൈസ് നിങ്ങൾ കേൾക്കണം, ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഉച്ചക്കത്തേക്ക് ഉള്ളതാക്കി അല്ലേ കാണിച്ചേ. കണ്ണ് കഴിഞ്ഞാൽ അപ്പോൾ തീരും. നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. എനിക്ക് ഇങ്ങനെ സ്മഡ്ജ് ചെയ്തിട്ടുള്ള കാണുന്നില്ല ഏട്ടെ. ഇടയ്ക്ക് ഇങ്ങോട്ട് വരും. ഇങ്ങനെ സ്മഡ്ജ് ചെയ്യുന്നത് ഇഷ്ടം. വെറുതെ ഇങ്ങനെ എഴുതി വെക്കുന്നതിനേക്കാൾ സ്മഡ്ജ് ചെയ്താൽ കണ്ണ് കാണാൻ ഭയങ്കര രസമായിരിക്കും. കണ്ടോ ഇതേപോലെ. ഓക്കെ, നമ്മൾ ഐ അങ്ങനെ ഏകദേശം കംപ്ലീറ്റ് ചെയ്തു. ഈ സ്മഡ്ജ് ചെയ്യാനൊക്കെ ഉള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഫാൻ ഇട്ടു. ഫാനിൻ്റെ സൗണ്ട് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, എനിക്ക് ഭയങ്കര ചൂടെടുക്കുന്നു. അപ്പോൾ സ്മഡ്ജ് ചെയ്യാന്നുള്ളതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. ഞാൻ ലൈറ്റായിട്ട് ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ലാഷസ് വെക്കാം. ലാഷസ് വെക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ലാഷസ് ഒന്ന് കുറച്ചൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ സെപ്പറേഷൻ ഫീൽ ചെയ്യും കേട്ടോ. ഇങ്ങനെ കണ്ടോ ഇങ്ങനെ കുറച്ച് ലാഷസേ ഉള്ളൂ എനിക്ക്. നെക്സ്റ്റ് നമ്മൾ ലാഷസ് ആയിട്ട് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഞാൻ യൂസ് ചെയ്ത യൂറോ പാരിസിൻ്റെ ഈ 54 ആണ് കേട്ടോ. 54 ഇത് ശരിക്കും പറഞ്ഞാൽ ചെറിയ കണ്ണുള്ളവർക്ക്, ഒത്തിരി ലാഷസ് ഇങ്ങനെ എടുത്ത് നിൽക്കേണ്ടാത്തവർക്കൊക്കെ ഈ 54 അടിപൊളിയാണ് കേട്ടോ. വെച്ച് ഇടുമ്പോൾ തിരിയത്തേയില്ല, ഭയങ്കര നാച്ചുറൽ ലുക്കാണ്. അപ്പോൾ നമുക്ക് ഇത് ഫിക്സ് ചെയ്യാം. പിന്നെ ലാഷസ് ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ലാഷസ് നമ്മൾ ഇതേപോലെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ പറിച്ചെടുക്കരുത്. നടുക്കിൽ നിന്ന് ഇങ്ങനെ പുള്ളി ചെയ്തെടുക്കാവുള്ളൂ കേട്ടോ. കാരണം സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്താൽ അതിൻ്റെ ആ ഒരു ഷേപ്പ് അങ്ങ് പോവും. അപ്പോൾ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ വലിച്ചെടുക്കുക. ഇതാ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ പതുക്കെ ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ആ ഷേപ്പിൽ തന്നെ കിട്ടും. കണ്ടോ? പിന്നെ ലാഷസ് വെക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക. എന്നിട്ട് ഭയങ്കര ലെങ്ത് കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ ഇവിടുന്ന് ഈ സൈഡിൽ നിന്ന് ഒരിക്കലും കട്ട് ചെയ്യരുത്. ഈ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ, ഓരോരുത്തരുടെ കണ്ണിൻ്റെ വലുപ്പം അനുസരിച്ച്. ഞാൻ ലാഷസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഗ്ലൂവും യൂറോ പാരിസിൻ്റെ തന്നെയാണ് കേട്ടോ. കണ്ടോ യൂറോ പാരിസ്. സോ ഗൈസ്, ഞാൻ ലാഷസ് വെച്ച് കേട്ടോ. ഞാൻ വെക്കുന്ന വീഡിയോ കാണിക്കാതിരുന്നു. എനിക്ക് ഇങ്ങനെ വെക്കാൻ, ഇങ്ങനെ ക്യാമറ നോക്കി വെക്കാൻ അറിയത്തില്ല. അതേപോലെ ഇവിടെ മിറർ ഇല്ല ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത്.
സോ ഞാൻ മിററുള്ള സ്ഥലത്ത് പോയി വെച്ചിട്ട് വേറെ ഒന്നുമില്ല, നമ്മുടെ ലാസ്റ്റ് ലൈനില്ലേ അതിനോട് ചേർത്ത് തന്നെ ഇത് ഒട്ടിച്ച് കൊടുക്കുക. അതിന് മേളിൽ കൂടെ ഒന്നും ഒട്ടിക്കരുത്, ജസ്റ്റ് അതിനോട് ചേർത്ത് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ മതി, സെറ്റായിക്കോളൂ കേട്ടോ. എന്നിട്ട് ഉണങ്ങുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. നമുക്ക് ആദ്യം ലാഷസ് വെക്കുമ്പോൾ ചെറിയൊരു വെയിറ്റൊക്കെ ഫീൽ ചെയ്യും, ഒരു ഗ്ലൂവിൻ്റെ ഒക്കെ ഒരു സാധനം നമുക്ക് ഫീൽ ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ തന്നെ ഓക്കെ ആയിക്കോളും. എന്താ ലാസ്റ്റ് വെച്ചതിന് കണ്ണിൻ്റെ ലുക്ക് മാറിയില്ലേ. അങ്ങനെ നമ്മുടെ ഐ മേക്കപ്പ് കഴിഞ്ഞു. ഇനി കണ്ണിൻ്റെ അടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അതാണ് ഞാൻ ആദ്യം ഐ മേക്കപ്പ് ചെയ്യാൻ കാരണം. കണ്ടോ ഇങ്ങനെ ഗ്ലിറ്ററൊക്കെ ഇങ്ങനെ ഫേസിൽ കൂടെ ഉണ്ടാവും, അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് പിന്നെ നമുക്ക് ഫേസ് മേക്കപ്പ് ചെയ്യാം. ഇങ്ങനെ തുടച്ചിട്ട് ചിലപ്പോൾ ഗ്ലിറ്റർ പോയില്ല വരപ്പോൾ കുറച്ച് മോയ്സ്ചറൈസർ എടുക്കുക, അപ്ലൈ ചെയ്യുക, നന്നായിട്ട് തുടച്ച് കളയാം. സോ നമുക്കിനി പ്രൈമർ യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ അക്വാഗ്രിപ്പിൻ്റെ PSൻ്റെ അക്വാഗ്രിപ്പിൻ്റെ പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. അടിപൊളി പ്രൈമറാണ്, ഭയങ്കര ലാസ്റ്റ് ചെയ്യും കേട്ടോ മേക്കപ്പ്. സോ ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഇങ്ങനെ എടുക്കുന്നു, കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യാം. കാരണം ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് കണ്ണിൻ്റെ അടിയിലും ഈ ഏരിയയിലൊക്കെയുള്ള ഡാർക്ക് സ്പോട്ടുകളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ ഏരിയയിൽ മാത്രം ജസ്റ്റ് ഈ പ്രൈമർ ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് ഇങ്ങനെ അപ്ലൈ ചെയ്തില്ലെങ്കിലും ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഒട്ടലുണ്ട്, ആ ഒരു ഒട്ടലാണ് നമ്മുടെ മേക്കപ്പിന് ശരിക്കും ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഫേസിൽ. ഒരു സെക്കൻഡ് ഇരിക്കട്ടെ. നെക്സ്റ്റ് ഞാൻ നമ്മുടെ സെയിം ഓറഞ്ച് എറക്ടർ, കണ്ണിൻ്റെ മേലിട്ട് ഓറഞ്ച് എറക്ടർ തന്നെ കേട്ടോ യൂസ് ചെയ്യുന്നത്. വളരെ ലൈറ്റായിട്ട് മതി. എനിക്ക് എപ്പോഴും കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്യാനാട്ടോ ഇഷ്ടം. കാരണം നമ്മൾ ഏത് ബ്രഷ് യൂസ് ചെയ്യാലും കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്യുന്ന അത്ര ഉള്ളൊരു ഫിനിഷിങ് കിട്ടത്തില്ല. ഇപ്പോഴും കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരില്ലേ, ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് സോറി, എനിക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. ഞാൻ ഭീഷണിപ്പെടുത്തി സബ്സ്ക്രൈബ് ചെയ്യിക്കുന്നില്ല. സോ എനിക്ക് ഈ ഏരിയയിൽ നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട്. അവിടെ കുറച്ച് കുറേ ഡാർക്ക് സ്പോട്ട് ഉണ്ട് കേട്ടോ. ഞാൻ ഭയങ്കരമായിട്ടൊന്നും കവർ ചെയ്യുന്നില്ല. സോ നമ്മൾ ഡാർക്ക് സ്പോട്ടുള്ള ഏരിയകളിൽ, ഡാർക്ക്നെസ് ഉള്ള ഏരിയകളിലൊക്കെ കളർ കറക്റ്റർ ചെയ്യുന്നുണ്ട്. ഞാൻ ഫുൾ ഫേസൊന്നും ചെയ്തിട്ടില്ല, കാരണം അത്യാവശ്യം എനിക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പാടൊക്കെ ഉണ്ട്, പക്ഷെ അത്ര ഞാൻ കറക്റ്റ് ചെയ്യുന്നില്ല. പിഗ്മെൻറ്റേഷനുള്ള ഏരിയകൾ മാത്രം ഒന്ന് കറക്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ കവർ വേണമെന്നാണെങ്കിൽ, ഫുൾ കവറേജ് ആയിട്ട് ഇരിക്കണം എന്നാണെങ്കിൽ നന്നായിട്ട് എല്ലാ മാർക്കുള്ള സ്ഥലത്തും അപ്ലൈ ചെയ്യാം. കുറച്ച് നേരം ഞാനൊന്ന് ഇങ്ങനെ ഇതിനെ വെറുതെ വിടുന്നുണ്ട്, കുറച്ച് നേരം ഇരിക്കട്ടെ, അപ്പോൾ ഫേസുമായിട്ടൊന്ന് സെറ്റ് ആവും. നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫൗണ്ടേഷൻ ആട്ടോ. ഞാൻ എസ്റ്റീ ലോഡറിൻ്റെ ഡബിൾ വെയർ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഓയിലി സ്കിന്നുകാർക്ക് നല്ല അടിപൊളി ഫൗണ്ടേഷനാണ് കേട്ടോ. കാരണം ഇത് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് പറയുന്നത്. പക്ഷെ എനിക്ക് ഇതിൻ്റെ അകത്ത് തോന്നിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ എടുത്ത ഷെയ്ഡിൻ്റെ ആണോ എന്നറിയില്ല, എനിക്ക് ഇച്ചിരി ഒരു ഗ്രേയിഷ് ഫീലിംഗ് തോന്നാറുണ്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രശ്നമാണ് ഇങ്ങനെ കമത്തുന്നത്. ഇതൊരു പമ്പിങ് ആ ഒരു സാധനം വേണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത്. ഇങ്ങനെ കമത്തുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റുകൾ കുറേ ഇതിൻ്റെ അകത്തേക്ക് വേസ്റ്റ് ആവും. ദാൻ്റെ ഷെയ്ഡ് ഒരു പൊടിക്ക് ഫെയറാണ്, ഒരു ലെയർ ബ്രൈറ്റർ ഷെയ്ഡാണ് കേട്ടോ. കാരണം എൻ്റെ ഫേസ് ശരിക്കും പെട്ടെന്ന് ഓക്സിഡൈസ് ആവുന്ന സ്കിന്നാണ്. അപ്പം ഓക്സിഡൈസ് ആവുന്ന സ്കിന്നുകാർ നമ്മുടെ സ്കിന്നൊക്കെ ഒരു പൊടിക്ക് ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് ഇടുവാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ സെറ്റ് ആവും, ഇല്ലെങ്കിൽ പിന്നീട് ഡള്ളായിപ്പോവും. അപ്പോൾ
എനിക്ക് ഈ ക്യാമറയിൽ കാണുമ്പോൾ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടിരുന്നു. ശരിക്കും എനിക്ക് കണ്ണാടി നോക്കുമ്പോൾ അത്ര ബ്രൈറ്റ്നസ് ഇല്ല കേട്ടോ. കണ്ണാടി നോക്കുമ്പോൾ അതിൻ്റെ സെയിം ഷെയ്ഡ് പോലെ ഉണ്ട്. എനിക്ക് ഡേ ലൈറ്റ് ഇങ്ങനെ അടിച്ചിട്ട് ബ്രൈറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ബ്ലെൻഡ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. ഫേസിൽ എത്ര ഇടുന്നു അതനുസരിച്ച് നമ്മൾ നെക്കിലും അപ്ലൈ ചെയ്യണം കേട്ടോ. ഇതിൽ രണ്ട് ഷെയ്ഡായിട്ടിരിക്കും. സോ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാം. അതേപോലെ നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ഏരിയ ആണ് ചെവി ഇതാ ഈ ഒരു ഏരിയ, ഈ നെക്കിൻ്റെ ഈ ബാക്കിലെ ഏരിയ, അതൊക്കെ നന്നായിട്ട് ഓക്കെ. അങ്ങനെ നമ്മൾ ഫൗണ്ടേഷൻ കഴിഞ്ഞു കേട്ടോ. ഫൗണ്ടേഷൻ ആപ്ലിക്കേഷൻ കഴിഞ്ഞ് ഓക്കെ. എത്ര അടിപൊളിയായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നു അത്രയും നന്നായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് സെറ്റ് ആവും കേട്ടോ. അത് ബ്ലെൻഡിങ് ആണ് ഇതിൻ്റെ ഏറ്റവും മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അതേപോലെ ഈ ബ്യൂട്ടി ബ്ലെൻഡറും ഇത് മേടിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലെൻഡർ മേടിക്കണം. എന്നാലും നമുക്ക് ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഗൈസ്, അപ്പോൾ നമ്മൾ ബേസ് ഒക്കെ ഇട്ടു. ഇനി നമ്മൾ ഇതൊന്ന് സെറ്റ് ചെയ്യണം. സോ നമ്മൾ കോമ്പാക്റ്റ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് ഫിറ്റ്മീൻ്റെ കേട്ടോ, മെബിലൈൻ ഫിറ്റ്മീ. അപ്പോൾ നിങ്ങൾ ബ്രൈറ്റ്സിൻ്റെ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ മാക്കൊക്കെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് എത്രത്തോളം ലാസ്റ്റിംഗ് ഉണ്ടെന്ന് നമുക്കറിയില്ല. സോ ഞാനിപ്പോൾ ഇതാ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബ്രഷ് കൊണ്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം. ഞാൻ ഈ ബ്യൂട്ടി ബ്ലെൻഡർ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫേസ് മേക്കപ്പ് ഏകദേശം കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ കണ്ണിൻ്റെ അടിഭാഗത്ത് കുറച്ചൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മേളിൽ യൂസ് ചെയ്ത് ഈ സെയിം ഷെയ്ഡ് തന്നെയാണ് കണ്ണിൻ്റെ അടിയിലും അപ്ലൈ ചെയ്യുന്നത്. കണ്ടോ, ഇതേപോലെ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒത്തിരി ഡാർക്ക് ആക്കണ്ട. ഉണ്ടോ, വളരെ ലൈറ്റായിട്ട്. അപ്പോൾ നമ്മുടെ ഐ മേക്കപ്പിനൊരു കംപ്ലീറ്റ് ലുക്ക് കിട്ടും. രണ്ട് കളർ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇടുന്ന് കണ്ണ് അടിയിൽ എഴുതാൻ ഇഷ്ടമുള്ളവർ കണ്ണ് അടിയിൽ എഴുതി കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഷെയ്ഡ് ചെയ്യുന്നുള്ളൂ. ഞാനങ്ങനെ കണ്ണധികം എഴുതാത്ത ഒരാളാണ്. അതേപോലെ തന്നെ ചെറിയ കണ്ണുള്ളവരും കണ്ണിൻ്റെ അടിഭാഗം എഴുതാതിരിക്കും നല്ലത്. അപ്പം വീണ്ടും കണ്ണ് കുഞ്ഞതായിപ്പോൾ അവരും ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നതാണ് കൂടുതൽ ബെറ്റർ. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്ന മസ്കാര മറ്റേ ലോറിയലിൻ്റെ ലാഷ് പാരഡൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ മസ്കാര കേട്ടോ. എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ കുറേ വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് എക്സസ് ആയിട്ടുള്ള കളഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. മസ്കാര ഇട്ടു കേട്ടോ. മസ്കാര ഇടുമ്പോൾ തന്നെ നല്ല രസമല്ലേ ലാഷസ് കാണാൻ. പിന്നെ അടിഭാഗത്ത് മസ്കാര ഇട്ടു കൊടുക്കും. അടിയിലിടുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. വളരെ ലൈറ്റായിട്ട് ഇടാവുള്ളൂ, അല്ലേ അവിടെ ഭയങ്കര ബ്ലാക്ക് ആയിട്ടിരിക്കുവേ.
മസ്കാര ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഇപ്പുറത്ത് വിടാം. അപ്പോൾ നമ്മുടെ ഐ മേക്കപ്പ് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ബ്ലഷ് ഇടണം, ജസ്റ്റ് കോണ്ടൂർ ചെയ്യാനുണ്ട്, ലിപ്സ്റ്റിക്ക്, സെറ്റിംഗ് സ്പ്രേ, അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ കോണ്ടൂറിങ് ആട്ടോ ചെയ്തത്. ഞാൻ മാക്കിൻ്റെ കോമ്പാക്റ്റ് വെച്ചിട്ട് തന്നെ കോണ്ടൂർ ചെയ്യുന്നത്. NW45 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാട്ടോ ഇത്. ഞാൻ ഈ ചിന്നിൻ്റെ ഏരിയ മാത്രം ഒന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്യുന്നുള്ളൂ കേട്ടോ, വേറെ എവിടെയും കോണ്ടൂർ ചെയ്യുന്നില്ല. ഒത്തിരി ഫേസ് ഭയങ്കര ഫാറ്റായിട്ട് അല്ലെങ്കിൽ തടിയൊക്കെ ഉള്ളവരാണെങ്കിൽ കുറയ്ക്കണം എന്നാണെങ്കിൽ ജസ്റ്റ് നമുക്ക് ഈ ഒരു ഏരിയയൊക്കെ കോണ്ടൂർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എനിക്കിങ്ങനെ ഒട്ടിരിക്കുന്ന ഇഷ്ടമല്ല, എനിക്ക് കുറച്ച് കവളായിട്ടുള്ളതാണ് ഇഷ്ടം. നെക്സ്റ്റ് ഞാൻ ബ്ലഷ് ആട്ടോ അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ മിലാനീൻ്റെ ബ്ലഷാണ്. ഇതിൻ്റെ ഷെയ്ഡ് ബ്ലഷിങ് ബെറി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് 130. അപ്പോൾ നമ്മുടെ ഫേസിൻ്റെ പരിപാടിയും ഐ മേക്കപ്പ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടോ. അപ്പോൾ നമ്മളിനി ഫിക്സിങ് സ്പ്രേ ആണ് അടിച്ചു കൊടുക്കാൻ പോകുന്നത്. അർബൻ ഡിക്കൻ്റെ ഓൾ നൈറ്റ്. ഇനി നമുക്ക് ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്യാനുള്ളത് കേട്ടോ. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക്. ഈ ലിപ്സ്റ്റിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്ര സ്യൂട്ടാവുന്ന ലിപ്സ്റ്റിക് അല്ല. അപ്പോൾ നമ്മൾ ഈ ഡെസ്കി സ്കിൻ ടോൺ ഉള്ളവരൊക്കെ ഇങ്ങനത്തെ കുറച്ച് ലൈറ്റായിട്ടുള്ള ഷെയ്ഡുകൾ ഇടുമ്പോൾ ഡാർക്ക് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് ഉള്ളിൽ ഈ ഷെയ്ഡ് ഇടുവാണെങ്കിൽ നമുക്ക് സെറ്റാകും. നമ്മൾ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട്, ഈ ഷെയ്ഡ് നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ചേരും. പക്ഷെ മേക്കപ്പ് ഇട്ടിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒരു ഡാർക്ക് ലൈൻ വെച്ചിട്ട് ലൈറ്റായിട്ടൊന്ന് അപ്പോൾ നമ്മൾ ഫേസ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഹെയർ ക്രിംപ് ചെയ്തിട്ടോ, കാണിക്കാൻ പറ്റിയില്ല. വേറെ നല്ല ഫോണിൽ ചാർജ് ചെയ്തൊന്ന് ഫോൺ കുത്തിയിട്ടേക്കായിരുന്നു. അപ്പോൾ ഈ ഐക്കോണിക്കിൻ്റെ ക്രിംബർ കൊണ്ടാണ് ഞാൻ ക്രിംപ് ചെയ്തേക്കുന്നത്. എല്ലാവരും ചോദിക്കാറുണ്ട് ഏത് ക്രിംബറാണ് യൂസ് ചെയ്യുന്നതെന്ന്. ഇത് ഐക്കോണിക്കിൻ്റെ സ്ലിം. മുടിക്കേ കണ്ടോ ഗൈസ്? അപ്പോൾ നമ്മൾ ഫേസ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ഇനി ഹെയർ സ്റ്റൈലാട്ടോ ചെയ്യാൻ പോകുന്നത്. ഞാനൊരു ഓപ്പൺ ഹെയർ സ്റ്റൈലാണ് ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ ബാക്കിൽ ഇയർ ടു ഇയർ ഒരു സെക്ഷൻ എടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മളിനി എക്സ്റ്റൻഷൻ ഫിക്സ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ലൈറ്റായിട്ടൊന്നിങ്ങനെ ബാക്ക് കോംബ് ചെയ്ത് കൊടുക്കണം. ഈ സെക്ഷനിൽ പിന്നെ ബാക്കിൽ ഇതേപോലെ ഇങ്ങനെ ക്ലിപ്പ് കാണും. ഇത് അവിടെ നിന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ബാക്ക് കോമ്പിങ് കഴിഞ്ഞിട്ട് സ്പ്രേ അടിച്ചു കൊടുത്താൽ കുറച്ചും കൂടെ നന്നായിട്ട് ഫോൾഡ് ചെയ്തോളൂ. ഇതേപോലെ അത് നിങ്ങൾക്ക് ഇതൊന്ന് ഫിക്സ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി സ്ലൈഡ് വെച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്ത് വെച്ചാൽ ഇതവിടെ തന്നെ ചെയ്യുന്നു. ഞാൻ ബാക്കിൽ ഇതേപോലെ ഒന്ന് സ്ലൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ പൊക്കത്ത് കൂടെ. നമുക്ക് ഈ ബാക്കി വരുന്ന ഹെയർ ഇതേപോലെ കേൾ ചെയ്തിടണം. അപ്പോൾ കേൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഐക്കോണിക്കിൻ്റെ ഈ കളറാട്ടോ യൂസ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ കുറച്ച് വലിയ കേൾസ് കിട്ടും. ഐക്കോണിക്കിനല്ല, കേളറെല്ലാം കുറേ സൈസിൽ അവൈലബിൾ ആണ്.
എന്തൊരു കഷ്ടപ്പാടാണ്. സ്വന്തം കേളിയെ നല്ല കഷ്ടപ്പാടാണ്. അപ്പം എൻ്റെ കഷ്ടപ്പാട് കണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നല്ലേ. ഇത് നല്ല കേളറായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രമേ ഈ പണിക്ക് നിൽക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ കൈയും തലയൊക്കെ പൊള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ എപ്പോഴാണ് പൊള്ളുന്നത് എനിക്കറിയില്ല. ഞാൻ ഒരു സർവീസിന് പോയിട്ടാണ് ചെയ്യുന്നത്. ചെയ്തു തരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബെറ്റർ. പക്ഷെ ഞാൻ നിങ്ങൾക്ക് സെൽഫായിട്ട് എങ്ങനെ ചെയ്യുന്നതെന്നാണ് കാണിച്ചു തരുന്നത്. ആരും വീട്ടിൽ നിന്ന് അനുകരിക്കരുത്. പിന്നെ ഈ സെക്ഷനും അതേപോലെ തന്നെ സെക്ഷൻ എടുത്ത് കേളി കേട്ടോ. ഞാൻ കേളി ചെയ്തിട്ട് വരാം. ഇന്ന് വിദ്യ വന്നില്ല, ഞാൻ പെട്ടുപോയി ഗൈസ്. നിങ്ങളെൻ്റെ പേജ് ഫോളോ ചെയ്യണം. മേക്ക് ഓവർ ബൈ വിദ്യ വിച്ച. യുപിന്നാണോ നീ ഇറക്കുന്നത്? ഇപ്പൊ കുഴപ്പമില്ല, കുത്തിയില്ല ഗൈസ്. അപ്പം നമ്മുടെ ഇന്നത്തെ ലുക്ക് കംപ്ലീറ്റ് ആയി. അങ്ങനെ ഫേസും ഹെയറൊക്കെ കഴിഞ്ഞു കേട്ടോ. ഹെയർ സ്റ്റൈലിലെ വീഡിയോ നമുക്ക് ഫുള്ള് ഇന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഹെയർ സ്റ്റൈലിലെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ടൊരു ദിവസം, ഹെയർ മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യുന്നതാണ്. ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. അപ്പം എനിക്കറിയാവുന്ന ഡൗട്ടുകളൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഇതാണ് എൻ്റെ ഫോട്ടോ ചേട്ടൻ മതി. സൈ ചേട്ടൻ ക്യാമറയൊക്കെ എടുത്ത് രംഗത്തേക്ക് ഇറങ്ങിയാണ്. സൈ ഹായ് പറയണ സൈ. അയ്യോ സോറി എടാ. അഖിലേ മൊത്തം വെള്ളിയാണല്ലേ. എൻ്റെ കിളി പോയി ഗൈസ്. ഒരുങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ കിളി പോയി.